തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കടുത്ത ദേഷ്യവും വെറുപ്പും ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അവർക്കെതിരെ യുദ്ധം ചെയ്യുവാൻ വേണ്ടി വലിയ സന്നാഹത്തോടെ വന്ന വലിയ സംഘത്തിന്റെ നേതൃനിരയിലുണ്ടായിരുന്നു നുഐം. പക്ഷേ പിന്നീട് ചരിത്രം ദിശ മാറിയാണ് സഞ്ചരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഏറ്റവും വെറുപ്പുണ്ടായിരുന്ന നുഐം അവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായി മാറുകയും അഹ്സാബ് യുദ്ധത്തിന്റെ നിർണായക വിജയശില്പികളിൽ ഒരാളായി മാറുവാൻ സാധിക്കുകയും ചെയ്യുന്നതോടൊപ്പം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രശംസക്ക് കാരണമാവുകയും ചെയ്ത ആ മഹാസ്വഹാബി വര്യൻ നുഐം ഇബ്നു മസ്ഊദ് എന്നവർ ആരാണ്? അവരുടെ ചരിത്രം എന്താണ്? കഥ കേൾക്കാം. കൂർമ്മ ബുദ്ധിയുള്ള ഒരു ചെറുപ്പക്കാരൻ. വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒട്ടും തളർന്നു പോവുകയില്ല. ആരുമായും എങ്ങനെ വേണമെങ്കിലും ഏത് കാര്യവും ഡീല് ചെയ്യുവാൻ പ്രത്യേകമായ ശേഷിയുള്ള ഒരു യുവാവ്. വിനോദങ്ങളും സമയം ചെലവഴിക്കുന്ന മറ്റുള്ള പരിപാടികളിലും വലിയ താല്പര്യവുമായിരുന്നു. വിനോദത്തിനും സംഗീതത്തിനും മറ്റുള്ള പരിപാടികൾക്കുമൊക്കെ താല്പര്യമുണ്ടാകുമ്പോൾ യഥരിബിലേക്ക് പോകും. യഥരിബിലെ യഹൂദികൾക്കിടയിൽ അത്തരത്തിലുള്ള ധാരാളം ആനന്ദങ്ങളും വിനോദങ്ങളും ആ കാലത്ത് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇടയ്ക്കിടെ ഉല്ലാസത്തിനു വേണ്ടിയും ആനന്ദത്തിനു വേണ്ടിയും യഥരിബിലേക്ക് പോവുകയും അവിടെയുള്ള ജൂത വർഗങ്ങളുമായി പ്രത്യേകമായ ബന്ധവും ഉണ്ടാക്കുന്നതിലൂടെ അവർക്ക് പ്രിയപ്പെട്ട ഒരാളുമായിരുന്നു നുഐം ഇബ്നു മസ്ഊദ്. പ്രത്യേകിച്ചും യഹൂദർക്കിടയിലെ പ്രബല വിഭാഗമായിരുന്ന ബനു ഖുറൈളക്കാരുമായി ഒരു പ്രത്യേകമായ അടുപ്പം തന്നെ ഉണ്ടായിരുന്നു. ഈ ഇടവേളകളിലൂടെ ആനന്ദകരമായ പ്രവർത്തനങ്ങളിലൊക്കെ ചെയ്യുന്നതിലൂടെ പാട്ടും പരിപാടികളും നൃത്ത കോലാഹലങ്ങളും എല്ലാം ആസ്വദിക്കുന്നതിലൂടെ നുഐമിന് യഹൂദന്മാരുമായി വിനോദങ്ങളും ആസ്വാദനങ്ങളുമായി നുഐം സമയം ചെലവഴിക്കുന്ന ജീവിതം ചെലവഴിച്ചുകൊണ്ടിരുന്ന ഘട്ടത്തിലാണ് മക്കയിലും പരിസരങ്ങളിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ വിശ്വാസത്തിന്റെ വെളിച്ചവുമായി കടന്നുവരുന്നത്. അതിനോട് പൂർണ്ണമായും പുറംതിരിഞ്ഞു നിൽക്കുന്ന താല്പര്യമില്ലാത്ത ഒരു സമീപനമായിരുന്നു നുഐമിന്. കാരണം തന്റെ വിനോദങ്ങൾക്ക്, തന്റെ ആസ്വാദനങ്ങൾക്ക് എതിര് നിൽക്കുന്ന ഒരു മതം ഒരിക്കലും ചിന്തിക്കാൻ പോലും സാധ്യമായിരുന്നില്ല നുഐമിന്. അതുകൊണ്ട് തന്നെ കൂട്ടുകാരോടൊപ്പം ആ മതത്തെ വെറുക്കുവാനും അതിനെ എതിർക്കുവാനും മുൻപന്തിയിലുണ്ടായിരുന്നു നുഐം ഇബ്നു മസ്ഊദ്. ക്രമേണ ആ ഒരു എതിർപ്പ്, താല്പര്യക്കുറവ് വലിയ കടുത്ത ശത്രുതയിലേക്ക് വഴിമാറുകയും ഇസ്ലാമിന്റെ ആ കാലഘട്ടത്തിലെ ശത്രുക്കളുമായി കൈകോർക്കുവാൻ വേണ്ടി പോലും തയ്യാറാവുന്ന ഒരവസ്ഥയിൽ, പിന്നീട് ശത്രുക്കളോടൊപ്പം ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്യുന്ന ഒരവസ്ഥയിലേക്കും നുഐമിനെ എത്തിച്ചു. അങ്ങനെ ഇരിക്കെയാണ് ഗസ്വത്ത് അഹ്സാബ്, ഖന്തക്ക് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഖന്തക്ക് യുദ്ധം, അഹ്സാബ് യുദ്ധം നുഐമിന്റെ ചരിത്രത്തിൽ വളരെ നിർണായകമായ ഗതിമാറിയ ചില സംഭവ വികാസങ്ങളുടെ കൂടെ ചരിത്രമാണ്. അഹ്സാബ് യുദ്ധം നടക്കുന്നതിന്റെ മുമ്പ് ബനു നദീർ ഗോത്രത്തിൽപ്പെട്ട യഹൂദരായ ആളുകൾ ഇസ്ലാമിനെതിരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ അതിശക്തമായ ഒരു മുന്നണി കെട്ടിപ്പടുക്കുവാൻ വേണ്ടി പ്രയത്നങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊന്നുകളയാൻ വേണ്ടി അവരോട് താല്പര്യമില്ലാത്ത സമീപവാസികളായ ചില ഗോത്രങ്ങളെ കൂടെ കൂട്ടുപിടിച്ച് ഒരു മുന്നണി തന്നെ ബനു നദീർ ഗോത്രക്കാർ ഉണ്ടാക്കിയെടുത്തു. ബനു നദീർ ഗോത്രക്കാർ മക്കയിലേക്ക് ചെല്ലുകയും ഖുറൈശികളുമായി സംഭാഷണം നടത്തി, ഞങ്ങളുടെ സൈന്യം മദീനയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്രമിക്കുവാനും വധിക്കുവാനും വേണ്ടി വരുന്ന അതേ സമയത്ത് നിങ്ങളും സൈന്യവുമായി അവിടെ എത്തണം, നമുക്കൊരുമിച്ച് മുഹമ്മദിന്റെ കഥ കഴിക്കാം, വധിച്ചു കളയാം, ഇല്ലാതാക്കാം എന്ന തീരുമാനത്തിൽ അവർ ഒന്നിച്ചു ചേർന്നു. എപ്പോഴാണ്, എവിടെയാണ് എത്തേണ്ടത് എന്ന കൃത്യമായ സ്ഥലങ്ങളും സമയവും ഡേറ്റും എല്ലാം പറഞ്ഞുറപ്പിച്ച് ബനു നദീർ ഗോത്രത്തിന്റെ ആളുകൾ പിന്നീട് പോയത് നജ്ദിലെ ഗത്ഫാൻ ഗോത്രത്തിലേക്കാണ്. ഖുറൈശികളോട് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കരാറുണ്ടാക്കിയിട്ടുണ്ടെന്നും അവർ മുഹമ്മദിനെ ആക്രമിക്കാൻ തയ്യാറാണെന്നും പറഞ്ഞ് ഇവരെയും പ്രേരിപ്പിച്ച് ഗത്ഫാൻ ഗോത്രക്കാരും അവസാനം തങ്ങളും യുദ്ധത്തിന് തയ്യാറാണ് ഇസ്ലാമിനെതിരിൽ എന്ന് അറിയിച്ചു. പറഞ്ഞുറപ്പിച്ചത് പ്രകാരം ശത്രുക്കളുടെ ഒരു വലിയ സൈന്യം തന്നെ ഇസ്ലാമിനെതിരെ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഖുറൈശികളുടെ വലിയൊരു സംഘം അബൂ സുഫിയാൻ ഇബ്നു ഹർബിന്റെ നേതൃത്വത്തിൽ മദീന ലക്ഷ്യമാക്കി പുറപ്പെട്ടു. കാലാൾപ്പടയും കുതിരപ്പടയാളികളും എല്ലാം അടങ്ങുന്ന സമഗ്രമായ ഒരു സൈന്യമായിരുന്നു അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് വന്നത്. ഇതേ സമയം തന്നെ നജ്ദിൽ നിന്ന് ഉനൈനത്ത് ബിനു ഹിസ്ൻ അൽ ഗത്ഫാനി എന്നയാളുടെ നേതൃത്വത്തിൽ ഒരു വലിയ സൈന്യം അവിടെ നിന്നും പുറപ്പെടുകയുണ്ടായി. നമ്മുടെ കഥാനായകനായ നുഐമും ഗത്ഫാൻ ഗോത്രത്തിന്റെ മുൻനിരയിൽ തന്നെ യുദ്ധ സന്നദ്ധനായി ഉണ്ടായിരുന്നു. ബനു നദീർ, ഖുറൈശികൾ, ഗത്ഫാൻ, ഈ മൂന്ന് വലിയ സംഘങ്ങളും ആക്രമണത്തിന് വരുന്നുണ്ട് എന്ന വാർത്തയറിഞ്ഞ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ കൂട്ടി ചർച്ചകൾ ആരംഭിച്ചു. എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത്? ഒരു വലിയ സൈന്യം സർവ്വസന്നാഹങ്ങളും എടുത്തു വരുമ്പോൾ, പ്രത്യേകിച്ചും ക്ഷാമകാലഘട്ടമായിരുന്നതുകൊണ്ട് നേരിട്ട്
ഒറ്റയടിക്ക് തോൽപ്പിക്കുക എന്നതിന് പകരം മദീനയ്ക്ക് ചുറ്റും വലിയ കിടങ്ങുകൾ കുഴിച്ച് ആ ശത്രുക്കളെ നേരിടുക എന്നതായിരുന്നു ആ യുദ്ധത്തിൽ അവരെടുത്ത തന്ത്രം. മക്കയിൽ നിന്നും നജ്ദിൽ നിന്നുമൊക്കെ പുറപ്പെട്ട സൈന്യങ്ങൾ മദീനയിലെ പ്രദേശത്തിന് അടുത്ത സ്ഥലത്തെത്തിയപ്പോൾ ബനു നദീർ ഗോത്രത്തിൽപ്പെട്ട യഹൂദ നേതാക്കൾ മദീനയിൽ സ്ഥിരതാമസക്കാരായ ബനു ഖുറൈളയിൽപ്പെട്ട യഹൂദ നേതാക്കന്മാരെ കണ്ട് അവരെയും യുദ്ധത്തിന് സന്നദ്ധരാക്കാൻ വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. അവരെ പലതും പറഞ്ഞ് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അപ്പോൾ അവർ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: തീർച്ചയായിട്ടും ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മുഹമ്മദിനെയും സംഘത്തെയും വകവരുത്തുക, സ്വസ്ഥമായി മദീന ഞങ്ങൾക്ക് കിട്ടുക എന്നത്. പക്ഷെ ഞങ്ങൾക്കിടയിൽ ഒരു ഉടമ്പടിയുണ്ട്. പ്രവാചകർ മുഹമ്മദ് നബിയുമായി ഞങ്ങളൊരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ആ ഉടമ്പടി ലംഘിക്കുവാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. പ്രവാചകർക്ക് പ്രത്യക്ഷത്തിൽ പ്രയാസങ്ങളുണ്ടാകുന്ന ഒരു കാര്യത്തിലും ഞങ്ങൾ ഇടപെടുകയില്ല എന്ന് ഞങ്ങൾ ഉടമ്പടി ചെയ്തതാണ്. അഥവാ ഈ യുദ്ധത്തിൽ മുഹമ്മദ് നബി വിജയിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് സ്വസ്ഥമായ ഒരു താമസം മദീനയിൽ സാധ്യമല്ലാതെ വരും. പക്ഷേ ബനു നളീർ ഗോത്രക്കാർ വിടാൻ തയ്യാറല്ലായിരുന്നു. മദീനയിലെ യഹൂദ ഗോത്രമായ ബനു ഖുറൈളക്കാരെ നിരന്തരമായി പ്രേരിപ്പിച്ച് ഇത്തവണ എന്തായാലും ഇസ്ലാം തകരും, മുഹമ്മദ് നബിയും സംഘവും തോൽക്കും, അവരെ കൊലപ്പെടുത്തുക തന്നെ ചെയ്യും എന്ന് ഉറച്ചാവർത്തിച്ച് പ്രഖ്യാപിച്ചപ്പോൾ അവസാനം ബനു ഖുറൈളയും ഞങ്ങൾ യുദ്ധത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് സമ്മതിക്കുകയാണ് ചെയ്തത്. അതൊരു കൊലച്ചതിയായിരുന്നു യഥാർത്ഥത്തിൽ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉണ്ടാക്കിയെടുത്ത ആ കരാറ് പരസ്യമായി പിച്ചു ചീന്തിയാണ് യുദ്ധത്തിന് ഞങ്ങളും മുസ്ലിങ്ങൾക്കെതിരായിരിക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചത്. വിശ്വസ്തരായി കൂടെ നിന്നവർ നിർണായകമായ ഘട്ടത്തിൽ ചതിക്കുന്ന ഒരു പ്രധാന കാഴ്ചയായിരുന്നു അത്. ഈ 3 സംഘവും അതോടൊപ്പം മദീനയിലെ ബനു ഖുറൈളക്കാരും കൂടെ ചേർന്ന് മുസ്ലിങ്ങളെ ആക്രമിക്കാൻ പദ്ധതിയിട്ടിരിക്കുകയാണ്. മദീന പുറത്തുനിന്നും ശത്രുക്കൾ വളഞ്ഞുകഴിഞ്ഞു. അതോടൊപ്പം മദീനക്കകത്തുള്ള ബനു ഖുറൈളക്കാരും ഇസ്ലാമിനെതിരെ തിരിഞ്ഞതോടുകൂടെ സ്ത്രീകളും കുട്ടികളും വീടും സുരക്ഷിതമല്ലാത്ത ഒരവസ്ഥയിലേക്കാണ്, വളരെയധികം അപകടകരമായ ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. ഖുറൈശികളും ഗത്ഫാൻ ഗോത്രക്കാരും യഹൂദന്മാരും മദീനക്ക് പുറത്ത് തമ്പടിച്ചിരിക്കുന്നു. എന്തിനും ഏത് സമയത്തും തയ്യാറായി മദീനക്കകത്ത് ബനു ഖുറൈളക്കാരും യുദ്ധത്തിന് തയ്യാറെടുത്ത് കാത്തിരിക്കുന്നു. നിർണായകമായ ഒരു ഘട്ടം. ഈ ഘട്ടത്തിൽ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുവാൻ ഉദ്ദേശിച്ച് കപടവിശ്വാസികൾ മുനാഫിഖീങ്ങളും രംഗത്തെത്തി. കിസ്രായുടെയും കൈസറിന്റെയും നിധികൾ നമുക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ് നമ്മളെ മോഹിപ്പിച്ച പ്രവാചകൻ മുഹമ്മദും സംഘവും ഇപ്പോൾ ഒന്ന് ധൈര്യത്തോടുകൂടെ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണല്ലോ എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് മുനാഫിഖുകൾ കളിയാക്കാൻ തുടങ്ങി. പലതരത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞ് മുനാഫിഖീങ്ങളും പിൻവാങ്ങിയപ്പോൾ ഏകദേശം 1000-ഓളം വരുന്ന അംഗസംഖ്യ മാത്രമാണ് ഈ വലിയ പട നയിച്ചെത്തിയ ശത്രുക്കൾക്ക് നേരെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ അപ്പോൾ ഉണ്ടായിരുന്നത്. കിടങ്ങ് കുഴിച്ച് കിടങ്ങിൻ ഇപ്പുറത്ത് നിന്ന് ഉപരോധം ആരംഭിച്ച് 20 ദിവസങ്ങൾ പിന്നിട്ടു. ഭക്ഷണവും പ്രധാനപ്പെട്ട പല കാര്യങ്ങളും തടയപ്പെട്ട് വല്ലാത്തൊരു പരീക്ഷണത്തിന്റെ അവസ്ഥയിലായിരുന്നു ആ ഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്നത്. ആ സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു: പടച്ചവനെ, നീ എനിക്ക് വാഗ്ദാനം ചെയ്ത സഹായം നൽകണമേ റബ്ബേ, ഞാൻ ഇപ്പോൾ അത് ആവശ്യപ്പെടുകയാണ് എന്ന് ആവർത്തിച്ച് ദുആ ചെയ്തു. ആ ദുആ അള്ളാഹു സ്വീകരിക്കുകയും ചെയ്തു. ശത്രുപക്ഷത്തുള്ള നുഐം ഇബ്നു മസ്ഊദ് രാത്രി ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് സമയം പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എത്ര ഉറങ്ങാൻ ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. പലതരത്തിലുള്ള ചിന്തകൾ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. അസ്വസ്ഥമായ മനസ്സ്. ആകാശത്തിലേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നു. ഉറക്കം വരുന്നതേയില്ല. അങ്ങനെ നേരം പോയി അർദ്ധരാത്രി സമയത്തോടടുക്കുന്ന സമയത്താണ് ചില പ്രത്യേകമായ ചിന്തകൾ നുഐമിന്റെ മനസ്സിൽ അതിശക്തമായ ഒരു പ്രഹരം കണക്കെ വരുന്നത്. ആ ചിന്തകൾ ഇപ്രകാരമായിരുന്നു: ഓ നുഐം, നജ്ദ് പ്രദേശത്ത് നിന്ന് വന്ന് ഈ നല്ല മനുഷ്യൻ മുഹമ്മദ് നബിക്കെതിരെയും സംഘത്തിനെതിരെയും യുദ്ധം ചെയ്യുവാൻ നിന്നെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? അവർ നിങ്ങളുടേതായി ഒന്നും കവർന്നെടുക്കുകയോ നിങ്ങളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ. പിന്നെന്തിനാണ് ഈ പടപ്പുറപ്പാട്? ന്യായമില്ലാതെ കൊല്ലുകയും വളയുകയും ആക്രമിക്കുകയും ചെയ്യുന്നത് നിന്നെപ്പോലെയുള്ള ന്യായമുള്ള ഒരു നല്ല മനുഷ്യന് ചേർന്നതാണോ? നുഐം, നിന്റെ കാര്യം കഷ്ടം തന്നെയാണ്. അനുയായികളോട് കുടുംബത്തെ സ്നേഹിക്കുവാനും പാവപ്പെട്ടവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുവാനും എല്ലാ നന്മകളും ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന ഈ ഒരു മനുഷ്യനെ ആക്രമിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയ നിന്റെ കാര്യം കഷ്ടം തന്നെയാ നുഐം. തങ്ങൾക്ക് വന്ന നേർമാർഗം പിൻപറ്റി പ്രവാചകരോടൊപ്പം ജീവിക്കുന്ന ആ നല്ല നിഷ്കളങ്കരായ മനുഷ്യരുടെ രക്തത്തിൽ നിന്റെ കുന്തം മുക്കിയെടുക്കുവാൻ നീ എന്തിനാണ് തയ്യാറായി ഇവിടെ വന്നിരിക്കുന്നത്? നുഐമിന്റെ മനസ്സിൽ ശത്രുപടയിലെ നേതൃസ്ഥാനത്തിരുന്ന് നിയന്ത്രിക്കുന്നതിനിടയിലുള്ള ഈ രാത്രിയിലെ ഈ ചിന്തകൾ നുഐം ഇബ്നു മസ്ഊദിന്റെ
ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ ചില മാറ്റത്തിന്റെ ധ്വനികൾ കൊണ്ടുവരികയായിരുന്നു. വേഗം പുറത്തിറങ്ങി ഇരുട്ടിലൂടെ യാത്ര ചെയ്ത് ഇലാ ഹളറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നുഐമിനെ കണ്ട ഉടനെ റസൂൽ ചോദിച്ചു, ഇത് നുഐമിൻ മസ്ഊദ് തന്നെയാണോ? നബിയെ, തീർച്ചയായിട്ടും ഞാൻ തന്നെയാണ്. ഈ സമയത്ത് താങ്കൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഉടനെ നുഐമിൻ മസ്ഊദ് ആ പുന്നാര പൂമുഖത്തേക്ക് നോക്കി പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക റസൂലുള്ളാഹ് എന്ന്. സന്തോഷത്തോടുകൂടെ ആ സത്യം, ഞാനും ഈ ആശയത്തിന്റെ വക്താവാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു നുഐം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. തുടർന്ന് നുഐം പറഞ്ഞു, നബിയെ, ഞാൻ ഇസ്ലാമായ വിവരം തങ്ങളല്ലാതെ മറ്റാരും അറിയില്ല. അതുകൊണ്ട് താങ്കൾ എന്നോട് എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, താങ്കൾ ഇപ്പോൾ എന്റെ കൂടെ നിൽക്കുന്നതിനേക്കാളും നല്ലത് താങ്കൾ താങ്കളുടെ ആ ഒരു മുന്നണിയിലേക്ക് തിരിച്ചുപോയി അവിടെ സേവനങ്ങൾ ചെയ്യലാണ്. അവിടെ പോയി യുദ്ധത്തിന്റെ എല്ലാ മേഖലയിലും അവരെ ദുർബലമാക്കാൻ കഴിയുന്ന എല്ലാ തന്ത്രങ്ങളും താങ്കൾ പ്രയോഗിക്കുക. തീർച്ചയായിട്ടും യുദ്ധം എന്നാൽ തന്ത്രം പ്രയോഗിക്കുക എന്നതുകൂടെയാണ്. അതുകൊണ്ട് താങ്കൾ തന്ത്രം പ്രയോഗിച്ച് അവിടെ പോയി ആ മുന്നണിയെ ദുർബലമാക്കാൻ വേണ്ടതൊക്കെ ചെയ്യുക. ഞാൻ അങ്ങനെ തന്നെ ചെയ്തു കൊള്ളാം തങ്ങളെ എന്ന് പറഞ്ഞ് നുഐം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ശത്രുപാളയത്തിലേക്ക് യാത്രയായി. നുഐം നേരെ ചെന്നത് മദീനയിലെ താമസക്കാരായ യഹൂദന്മാരായ ബനു ഖുറൈളക്കാരുടെ അടുത്തേക്കായിരുന്നു. അവിടെ ചെന്നിട്ട് നുഐം ഇങ്ങനെയാണ് പറഞ്ഞത്, ബനു ഖുറൈളക്കാരെ, നിങ്ങളോട് വളരെയധികം സ്നേഹവും ബന്ധവുമുള്ള ആളാണല്ലോ ഞാൻ. നിങ്ങൾക്ക് നല്ലത് മാത്രമേ ഞാൻ പറയൂ എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, തീർച്ചയായിട്ടും താങ്കൾ ഞങ്ങളുടെ സഹോദരനാണ്. ഞങ്ങൾക്ക് ഗുണകരമായത് മാത്രമേ താങ്കൾ പറയൂ എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോൾ നുഐം പറഞ്ഞു, ഗത്ഫാൻകാരും അതോടൊപ്പം ഖുറൈശികളും യുദ്ധം ചെയ്യുന്ന സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് മുമ്പിലുള്ളത്. നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അവർ ചോദിച്ചു, അതെങ്ങനെയാണ്? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നാട് നിങ്ങളുടെ കൂടെ നാടാണ്. നിങ്ങളുടെ സമ്പത്തും വീടും മക്കളും ഭാര്യയും എല്ലാം ഇവിടെയാണ് ഉള്ളത്. ഈ യുദ്ധത്തിൽ തോറ്റാൽ ഒരിക്കലും നിങ്ങൾക്ക് സുരക്ഷിതമായി ഇവിടെ താമസിക്കാൻ അത് സഹായകമാവുകയില്ല. നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും. ഈ യുദ്ധത്തിൽ വിജയിക്കുകയാണെങ്കിൽ ഗത്ഫാൻ ഗോത്രക്കാരും ഖുറൈശികളും യുദ്ധാർജിത മുതലുകളെല്ലാം വീതിച്ചെടുത്ത് അവർ അവരവരുടെ നാടുകളിലേക്ക് പോകും. അപ്പോഴും നിങ്ങൾ ഒറ്റക്കാകും. യുദ്ധത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ ഒരിക്കലും ഇവിടെ താമസിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും വരും. യുദ്ധത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ ഗത്ഫാൻ ഗോത്രക്കാരും ഖുറൈശികളുമെല്ലാം മക്കയിലേക്കും നജ്ദിലേക്കും ഓടി രക്ഷപ്പെടും. അവരുടെ കുടുംബവും മക്കളും സമ്പത്തും എല്ലാം അവരുടെ നാട്ടിലാണുള്ളത്. നിങ്ങളുടേത് എല്ലാം ഇവിടെയാണുള്ളത്. നഷ്ടം സാർവത്രികമായി നിങ്ങൾക്കായിരിക്കും. നുഐമിന്റെ സംസാരം ശ്രദ്ധിച്ചു കേട്ട അവർ ചോദിച്ചു, നീ പറഞ്ഞത് ശരി തന്നെയാണ്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എന്റെ അഭിപ്രായം ഇതാണ്, അവരുടെ കൂട്ടത്തിൽ നിന്ന് പ്രധാനപ്പെട്ട ഏതാനും ആളുകൾ ഒരു കരുതലിന് വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് അയക്കാൻ വേണ്ടി പറയുക. ഖുറൈശികളിൽ നിന്നും ഗത്ഫാൻ ഗോത്രക്കാരിൽ നിന്നും പ്രധാനപ്പെട്ട ഏതാനും ആളുകളെ നിങ്ങൾ നിങ്ങളുടെ കൂടെ സൂക്ഷിക്കുക. എന്നാലേ ഞങ്ങൾ യുദ്ധം ചെയ്യുവാനുണ്ടാവുകയുള്ളൂ എന്ന് തീർത്ത് പറയുക. ആ ധൈര്യത്തിൽ നിങ്ങൾക്ക് യുദ്ധം ചെയ്യാം. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ ബനു ഖുറൈളക്കാരുടെ കൂടെ ഉണ്ട് എന്ന തിരിച്ചറിവ് നിങ്ങളെ ഒറ്റക്കാക്കി പോകാതിരിക്കുവാൻ അവരെ സഹായിക്കും. മാത്രവുമല്ല, യുദ്ധത്തിന്റെ അവസാന ഘട്ടം വരെയും പൊരുതാൻ ഇത് അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. നുഐമിന്റെ വാക്കുകൾ അവർ ശ്രദ്ധാപൂർവം കേട്ട് അനുസരിച്ചു. അവർ പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ചെയ്യാം. അവിടെ നിന്ന് നേരെ നുഐം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോയത് ഖുറൈശികളുടെ നേതാവായ അബൂ സുഫ്യാൻ ഇബ്നു ഹർബിന്റെ അടുത്തേക്കായിരുന്നു. അവിടെ ചെന്നിട്ട് നുഐം ഇങ്ങനെ പറഞ്ഞു, ഖുറൈശി സമൂഹമേ, നിങ്ങളുമായി വളരെയധികം ബന്ധമുള്ള ഒരു വ്യക്തി എന്ന അർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രഹസ്യം നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരാളിലേക്കും നിങ്ങളത് ഷെയർ ചെയ്യുകയില്ല എന്ന 100% ഉറപ്പ് തന്നാൽ ഞാൻ അത് നിങ്ങളുമായി പങ്കുവെക്കാം. അബൂ സുഫിയാൻ പറഞ്ഞു, താങ്കൾക്ക് തീർച്ചയായും ഞങ്ങളെ വിശ്വസിക്കാം. നുഐം പറഞ്ഞു തുടങ്ങി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി യുദ്ധം ചെയ്യുവാൻ തയ്യാറായി മുന്നോട്ട് വന്നു എന്ന വിഷയത്തിൽ ബനു ഖുറൈളക്കാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാവുകയും അതിൽ അവർ ഖേദിക്കുകയും അവർ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ആഗ്രഹിക്കുന്നു എന്ന സന്ദേശം മുഹമ്മദ് നബിയിലേക്ക് ഒരാളെ പറഞ്ഞയച്ച് അവർ അയക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാനുള്ള ആലോചനയിലാണ് ഇപ്പോൾ ഉള്ളത്. മുഹമ്മദ് നബിയോട് അവർ ഇങ്ങനെയാണ് പറയാൻ വേണ്ടി സന്ദേശം അയച്ചത്, നിങ്ങളോട് ഞങ്ങൾ ചെയ്തിരുന്ന ഉടമ്പടി വീണ്ടും പാലിക്കുവാനും അതിന്റെ കൂടെ നിൽക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഒരു തെളിവായി ഗത്ഫാൻ ഗോത്രത്തിൽ നിന്നും ഖുറൈശികളിൽ നിന്നും പ്രധാനപ്പെട്ട ചില ആളുകളെ ഞങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കും. ആ ആളുകളെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊന്നുകളയാം, അവരെ ഇല്ലാതാക്കാം.
എല്ലാത്തിനും ഞങ്ങൾക്ക് സമ്മതമാണ്. മാത്രവുമല്ല, യുദ്ധത്തിന്റെ അവസാനം വരെ നിങ്ങളുടെ കൂടെ, അവർക്കെതിരിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് അവർ മുഹമ്മദ് നബിക്ക് അയച്ച സന്ദേശം. ഈ ഒരു സന്ദേശത്തിന് മുഹമ്മദ് നബി അനുകൂലമായി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ബനൂ ഖുറൈദക്കാർ ഏതാനും പ്രധാനപ്പെട്ട ആളുകളെ നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടും. നിങ്ങൾ ഒരിക്കലും അതിന് സമ്മതിക്കരുത്, അത് ചതിയാണ്. നുഐമിന്റെ സംസാരം കേട്ട് അബൂ സുഫിയാൻ പറഞ്ഞു, എത്ര നല്ല കൂട്ടുകാരനാണ് നീ, നിനക്ക് വലിയ പ്രതിഫലം ലഭിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ നേരെ നുഐം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോയത് ഗത്ഫാൻ ഗോത്രത്തിലേക്കാണ്. അബൂ സുഫിയാനോട് സംസാരിച്ച അതേപോലെയുള്ള ഉണർത്തലുകളാണ് അവിടെയും നടത്തിയത്. അവരും അത് ഉൾക്കൊള്ളുകയുണ്ടായി. ബനൂ ഖുറൈദക്കാരെ ഒന്ന് പരീക്ഷിക്കുവാൻ തന്നെ അബൂ സുഫിയാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി പ്രിയപ്പെട്ട മകനെയാണ് ബനൂ ഖുറൈദക്കാരിലേക്ക് അബൂ സുഫിയാൻ അയച്ചത്. അവിടെ ചെന്ന് അബൂ സുഫിയാന്റെ പുത്രൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ പിതാവ് നിങ്ങൾക്ക് ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. മുഹമ്മദുമായുള്ള പോരാട്ടം നാളുകളേറെ പിന്നിട്ട് നാം ക്ഷീണിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതുകൊണ്ട് നാളെ തന്നെ മുഹമ്മദും സംഘവുമായി നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ നടത്താൻ നാം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും തയ്യാറായിക്കൊള്ളുക. ഇതാണ് മകൻ അവിടെ പോയി പറഞ്ഞ സന്ദേശം. ഇത് കേട്ട് ബനൂ ഖുറൈദക്കാർ പറഞ്ഞു, നാളെ ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ഞങ്ങൾ ഒരു ജോലിയിലും ഏർപ്പെടാറില്ല. ഞങ്ങളുടെ മതവിശ്വാസത്തിന്റെ ഭാഗമാണ്. മാത്രവുമല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഗത്ഫാൻ ഗോത്രത്തിൽ നിന്നും പ്രധാനികളായ 70 ആളുകളെ ഞങ്ങൾക്ക് കരുതലിന് വേണ്ടി വിട്ടുതരണം. കാരണം യുദ്ധം ശക്തമായ അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ ഞങ്ങളെ തനിച്ചാക്കി മുഹമ്മദിനും സംഘത്തിനും ഞങ്ങളെ വധിക്കുവാൻ വിട്ടുകൊടുത്തുകൊണ്ട് നിങ്ങൾ ഓടിപ്പോവുകയില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണത്. കാരണം മുഹമ്മദിനെയും സംഘത്തെയും സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിടാനുള്ള കരുത്ത് ഞങ്ങൾക്കില്ല. ഈ കാര്യങ്ങളെല്ലാം അബൂ സുഫിയാന്റെ മകൻ അബൂ സുഫിയാനോട് ചെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് നുഐം പറഞ്ഞത് സത്യമാണ് എന്നവർക്ക് ബോധ്യപ്പെടുകയാണ്. അവരെല്ലാവരും ഒറ്റവാക്കിൽ പറഞ്ഞു, ഒരു ആടിനെപ്പോലും കരുതലിന് വേണ്ടി നൽകാൻ നമ്മൾ തയ്യാറല്ല, തീർച്ച. ശത്രുപക്ഷത്ത് 3 വിഭാഗങ്ങൾക്കിടയിൽ ശക്തമായ ശത്രുത ഉണ്ടാക്കിയെടുക്കുന്നതിൽ, ഭിന്നത ഉണ്ടാക്കിയെടുക്കുന്നതിൽ നുഐം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിജയിച്ചു. അവർ ഛിന്ന ഭിന്നമായി പോവുക തന്നെ ചെയ്തു. ആ രാത്രി ശത്രുപാളയത്തിൽ ശക്തമായ കാറ്റടിക്കുകയും എല്ലാവരുടെയും മുഖത്തേക്ക് മണൽപ്പൊടികളും മൺപൊടികളും എല്ലാം ആഞ്ഞടിച്ച് കണ്ണു കാണാത്ത, ഒന്നിനും വയ്യാത്ത ഒരവസ്ഥയിലേക്ക് അവരെത്തിയപ്പോൾ കിട്ടിയതും കൊണ്ട് രക്ഷപ്പെടുവാൻ ഓരോരുത്തരും തീരുമാനിച്ച് അവർ പിൻവാങ്ങി ആ യുദ്ധത്തിൽ നിന്ന് പരാജയപ്പെട്ട് എന്നേക്കുമായി അവർ പോവുകയായിരുന്നു. നേരം പുലർന്നപ്പോൾ കാണുന്നത് ഓടിപ്പോയ ശത്രുപാളയത്തിന്റെ അവശേഷിക്കുന്ന അവശിഷ്ടങ്ങൾ മാത്രമായിരുന്നു. മുസ്ലിമീങ്ങൾ അള്ളാഹുവിന് നന്ദി പറഞ്ഞു. അന്നു മുതൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വലിയ സ്ഥാനമായിരുന്നു നുഐം ഇബ്നു മസ്ഊദിന്. പ്രധാനപ്പെട്ട പല ചുമതലകളും ആ സ്വഹാബിയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിക്കാറുണ്ടായിരുന്നു. മക്ക കീഴടക്കിയ ആ സന്ദർഭത്തിൽ മുസ്ലിം സൈന്യം മനോഹരമായി കടന്നുവരുന്ന ആ രംഗം വീക്ഷിക്കുകയായിരുന്നു അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു. ആ ഘട്ടത്തിൽ ഗത്ഫാൻ ഗോത്രത്തിന്റെ മുന്നണി പോരാളിയായി അതിനെ നയിച്ചു വരുന്ന ആളെ കണ്ടപ്പോൾ അബൂ സുഫിയാൻ ചോദിച്ചു, ആരാണ് ഇയാൾ? അപ്പോൾ പറഞ്ഞു, നുഐം ഇബ്നു മസ്ഊദ് എന്നവരാണത്. അബൂ സുഫിയാൻ ഇങ്ങനെ പറഞ്ഞു, ഖന്തക്കിൽ എന്തൊരു പ്രവർത്തനമാണ് അയാൾ ചെയ്തത്. മുഹമ്മദിനോട് ഏറ്റവും ശത്രുതയുണ്ടായിരുന്ന ആളായിരുന്നു നുഐം. ഇപ്പോഴിതാ മുഹമ്മദിന്റെ കൊടിക്കീഴിൽ തന്റെ ജനതയുടെ പതാകയുമേന്തി നമ്മോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി അയാൾ കടന്നു വന്നിരിക്കുന്നു. അത്രമാത്രം അതിതീവ്രമായ ശത്രുതയിൽ നിന്ന് അതിതീവ്രമായ സ്നേഹത്തിലും സമർപ്പണത്തിലേക്കും യാത്ര ചെയ്ത ഒരു പ്രത്യേക ചരിത്രത്തിനുടമയാണ് നുഐം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അള്ളാഹു നമ്മളെയും അവരെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിവാറിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.